തൃക്കാക്കരയിൽ ശ്രീകാന്ത് ഉണ്ട്, കൊച്ചിയിലെ ബ്യൂറോ സംഘം അവിടെയുണ്ട്. കൃഷ്ണ, നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം അല്ലേ? ഓക്കെ, ശ്രീകാന്ത്, ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറയൂ ശ്രീകാന്ത്. തൃക്കാക്കര ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ അവതാര പുലികൾ അടരാടാൻ തുടങ്ങി. ഞങ്ങളിവിടെ ഓണത്തിന് വേണ്ടി സജ്ജമാണ്. നമ്മുടെ ടീം 24-ന്റെ കൊച്ചി ബ്യൂറോ ടീം ഇവിടെ സജ്ജമായിട്ടുണ്ട്. നിലവിലിപ്പോൾ ഈ തൃക്കാക്കര അമ്പലത്തിലാണ് നമ്മളുള്ളത്. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം, ഈ ക്ഷേത്രത്തിന് ഓണവുമായി വലിയ ബന്ധമാണുള്ളത്. അത് നമ്മൾ പറഞ്ഞറിയിക്കേണ്ടതില്ല. കാരണം മഹാബലിയും വാമനമൂർത്തിയും ഒക്കെയായി ബന്ധപ്പെട്ട് ഇഴചേർന്ന് കിടക്കുന്ന ഇതാണ് ഈ വാമനമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തോതിൽ ഭക്തജന തിരക്കുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട വിശേഷാൽ പൂജകൾ ക്ഷേത്രത്തിൽ ഈ ഓണത്തോടനുബന്ധിച്ച്, തിരുവോണത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ഒപ്പം ഓണസദ്യ ഇന്ന് ഇപ്പോൾ ഈ തിരുവോണം നാളിൽ ഇവിടെ നടക്കുന്നുണ്ട്. ശീവേലി എഴുന്നള്ളത്തടക്കം നടക്കുന്നുണ്ട്. നമ്മുടെ നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് നമ്മുടെ കൊച്ചി ബ്യൂറോയിലേക്ക് എത്തിയതിന് ശേഷം നമ്മളോടൊപ്പം ആദ്യത്തെ തിരുവോണമാണ് നിതിൻ അംബുജൻ നമ്മളോടൊപ്പം ചേർന്ന്. നിതിൻ, എങ്ങനെയുണ്ട് ഇന്നത്തെ ഓണം? കളറാണ്, കുഴപ്പമില്ല, ഗംഭീരമാണ്. ആദ്യത്തെ ഓണം ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഓണം. അതെ 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 നേരത്തെ കോഴിക്കോട് നിന്ന് ഓണം ആഘോഷിച്ചിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഡൽഹി ബ്യൂറോയിലേക്ക് പോയത്. ഇപ്പോൾ ഇവിടെ എത്തി ആദ്യത്തെ ഓണം ആഘോഷിക്കുന്നു കൊച്ചിയിൽ. ഇപ്പോൾ ഈ വാമനമൂർത്തി ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് നിതിനായിരുന്നു ഇവിടെ വന്നു നിന്ന് നമ്മുടെ വാർത്തകളൊക്കെ തന്നെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ഇന്നത്തെ പ്രധാനപ്പെട്ട പൂജകൾ എന്തൊക്കെയായിരിക്കും ഈ തിരുവോണവുമായി ബന്ധപ്പെട്ട്? ഇന്നിപ്പോൾ രാവിലെ 8 മണിക്ക് മഹാബലി എഴുന്നള്ളുന്നുണ്ട്. നമുക്കറിയാം, വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് വാമനമൂർത്തിയുടെ പ്രതിഷ്ഠയുള്ള ഏക കേരളത്തെ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് വലിയ പ്രാധാന്യം ഇവിടെ കൊടുക്കാറുണ്ട്. ഓണ ദിവസമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവമായിട്ട് കണക്കാക്കുന്നത്. രാവിലെ 8 മണിക്ക് മഹാബലി എഴുന്നള്ളുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ആനകൾ എഴുന്നള്ളിക്കും. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, രാവിലെ 10 മണിയോടുകൂടി തന്നെ ഇവിടെ ഈ ഓണസദ്യ, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഉത്രാട ദിനത്തിൽ മാത്രം കഴിഞ്ഞ ദിവസം ഏതാണ്ട് 10,000-ലധികം പേർക്ക് ഓണസദ്യ കൊടുത്തിട്ടുണ്ട്. ഇത്തവണ അത് 20,000-ഓളം പേരെയാണ് ഈ ഓണസദ്യയിൽ പ്രതീക്ഷിക്കുന്നത്. തൃക്കാക്കര എന്ന് കേട്ടപ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടത് ഓണസദ്യയാണ്. തൃക്കാക്കര ഓണസദ്യ അത് രാവിലെ 10 തന്നെ ആരംഭിച്ച് പിന്നീട് ഏതാണ്ട് ഒരു 1.5-2 മണി വരെ നീളുമെന്നാണ് പറയുന്നത്. വൈകിട്ട് 5 മണിയോട് തന്നെ ഈ കൊടിയിറക്കം ഉണ്ടാകും. അങ്ങനെയാണ് ഇന്നത്തെ ഒരു ഈ ഉത്സവത്തിന്റെ പരിപാടികൾ. ശരി, നമ്മുടെ വിഷ്ണു കുറച്ചധികം നാളായി നമ്മുടെ ബ്യൂറോയിൽ നമ്മളോടൊപ്പം ഉള്ള വിഷ്ണു സുരേഷ് രാവിലെ മുതൽ തന്നെ ഇവിടെ നിന്ന് കൗണ്ടറുകളാണ്. ഈ തിരുവോണവുമായി വീട്ടിൽ പോകാനോ വീട്ടിൽ നിന്ന് ഓണം ആഘോഷിക്കാനോ ഒക്കെ പറ്റാത്തതിന്റെ കൗണ്ടറുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. വിഷ്ണു, എങ്ങനെയുണ്ട് ഓണം? എനിക്ക് വീട്ടിൽ പോകത്തിന്റെ ഒരു നിരാശയില്ല. ഇവിടേക്ക് തന്നെയാണ് സന്തോഷം. ഓണം അടിപൊളിയാണ്. ഇത്തവണ നമ്മൾ ഓണം പൊളിക്കുകയാണ്. രാവിലെ തന്നെ അമ്പലത്തിൽ ഭയങ്കര കളറാണ്. ഇനി ഇവിടുന്ന് അടുത്ത സദ്യ പരിപാടിയാണ്. സദ്യ പരിപാടിയിലേക്ക് കിടക്കുന്നു. എന്തായാലും ഓണം ഇത്തവണ നമ്മൾ പൊളിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരുമിച്ച് നമ്മളോടൊപ്പം അശ്വിൻ പാലാഴി കൂടി ചേരുന്നുണ്ട്. അശ്വിൻ കോട്ടയത്തായിരുന്നു. കോട്ടയത്ത് നിന്ന് കൊച്ചിയിലേക്ക് വന്നിട്ട് കൊച്ചിയിലെ ഓണത്തിന് ഒപ്പം ചേർന്ന് അശ്വിന്റെ വിശേഷങ്ങൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അശ്വിൻ, എങ്ങനെയുണ്ട് ഓണം? ഓണം സൂപ്പറാണല്ലോ. ഇന്നലെ വൈകുന്നേരം നമ്മൾ ഒരുമിച്ചാണല്ലോ എടുത്തത്. ഞാനും ഉണ്ടായിരുന്നല്ലേ? അതെ അതെ. എങ്ങനെയുണ്ട്? വീട്ടിൽ പോകാൻ പറ്റും? വീട്ടിൽ നിന്നൊക്കെ വിളിച്ചു എല്ലാവരും? വീട്ടിൽ നിന്ന് കുറച്ചാളെ വിളിച്ചു. 1 മാസമായി വീട്ടിൽ പോയിട്ട്. അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച ലീവ് എടുത്ത് പോയായിരുന്നല്ലേ? ഇപ്പോ അഭിനന്ദ് നമ്മുടെ ഈ അടുത്ത് നമ്മളോടൊപ്പം ചേർന്നതാണ്. അഭിനന്ദ് കൂടി. എങ്ങനെയുണ്ട് അഭിനന്ദ് ഈ 24-ലേക്ക് വന്നതിന് ശേഷമുള്ള ഓണം? അടിപൊളിയാണ്. നിങ്ങളോടൊപ്പം ഒക്കെ അല്ലേ, അപ്പം കുറച്ചുകൂടെ കളറാവുന്നുണ്ട്. തീർച്ചയായിട്ടും SKN, അങ്ങനെ നമ്മുടെ ബ്യൂറോ പൂർണ്ണമായും ഇന്നത്തെ തിരുവോണ ദിവസം എല്ലാത്തരം ആഘോഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മളും തയ്യാറാണ്. തൃക്കാക്കരയിൽ വാമനമൂർത്തി ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ കൊച്ചിയിലെ തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്, നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിലെ 2 വാമന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊച്ചിയിലെ തൃക്കാക്കര ക്ഷേത്രം. ഇന്നവിടെ ഉത്സവമാണ് അല്ലെ വിജയകുമാർ? തൃക്കാക്കരയിൽ ഇന്നലെ സന്ദർശിച്ചല്ലോ വിജയകുമാർ. ഇന്നലെ അത്തം കൊടിയേറുന്നു. ഇന്ന് തിരുവോണം ആറാട്ടാണ്. ഗംഭീര ഓണസദ്യയൊക്കെ ഉണ്ട് അവിടെ. അതെ അതെ. പ്രേക്ഷകർക്ക് ഒരു വിവരം കൂടി തരാം. ഇത് കൊച്ചിയിലെ മണിയുടെ ഞങ്ങളുടെ മീഡിയ സിറ്റിയിൽ നിന്നാണ് ഈ തത്സമയ സംപ്രേഷണം നിങ്ങൾ കാണുന്നത്. ഈ അവതാര പുലികൾ സംപ്രേഷണം ചെയ്യുന്നത് നമ്മുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ്. ഈ സ്റ്റുഡിയോയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ തവണയും നമ്മൾ അവതാര പുലികൾ സംപ്രേഷണം ചെയ്തത്. കാര്യം ഇത്രയും മനോഹരമായൊരു ദൃശ്യ പൊലിമ ഒരുക്കാൻ നമുക്ക് ഈ സ്റ്റുഡിയോയിൽ മാത്രമേ സൗകര്യമുള്ളൂ എന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഈ തത്സമയ സംപ്രേഷണം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ലോകമെമ്പാടുമുള്ള ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. സീന മോഹൻ അറിയാൻ നമ്മുടെ സ്മിത ഹരിദാസ് ഇവിടെ പോയി. സ്മിത ആഫ്രിക്കയിൽ ഇറങ്ങി, അവിടെ കൂടെ സമാധാനം കെടുത്ത് അവിടെ പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഈ തിരുവോണം. ഹായ് സ്മിത, ഹാപ്പി ഓണം. അവിടെയുള്ള ആളുകൾക്ക് കൂടി പറഞ്ഞു ആഫ്രിക്കയിലുള്ള ഹായ് ആഫ്രിക്ക. നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലും അതുപോലെ തന്നെ വെസ്റ്റ് ആഫ്രിക്കയിലേക്കുള്ള എല്ലാ മലയാളികളെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഒരുപാട് പ്രേക്ഷകർ ഓണാശംസകൾ നേരുന്നു. നിങ്ങളുടെ ഓണാശംസകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വേണം. അതിനിടയിൽ ഈ മൊബൈൽ കുത്തുന്നതിനിടയിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോണം. നിങ്ങളുടെ വീടുകളിലേക്ക് നമ്മുടെ വാർത്താ സംഘം ചില ഗിഫ്റ്റുമായിട്ട് വരുന്നുണ്ട്.
അപ്പോൾ അവരെ കണ്ടാൽ തിരിച്ചറിയാം, അവരുടെ കയ്യിൽ മറ്റേ മൈക്ക് കാണും അല്ലേ? പണിയായുധം അവരുടെ കയ്യിൽ കാണും. ആ ആയുധം മുന്നോട്ട് പിടിക്കുന്ന ആളുകളെ മാത്രമേ വീട്ടിൽ കയറ്റിയാൽ മതി. എന്നാൽ വീട്ടിനുള്ളിലേക്ക് കടത്തണമെന്നില്ല അല്ലേ വിജയകുമാർ? അത് നമ്മുടെ ആളുകളൊക്കെ വീടുകൾക്കുള്ളിൽ കടക്കാൻ സ്വാതന്ത്ര്യം പ്രേക്ഷകർ കൊടുത്തിട്ടുണ്ട് അല്ലെ? എന്നാലും ഇതിന്റെ മറവിൽ ചിലപ്പോൾ മറ്റുള്ളവർ സദ്വാര വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ പുറത്ത് നിർത്തി സംസാരിച്ചാലും നമ്മൾ പക്ഷേ ചാടി വീട്ടിൽ കയറാൻ ടെൻഡൻസി ഉള്ള റിപ്പോർട്ടേഴ്സ് നമുക്കുണ്ട്. അവരെ പുറത്ത് നിർത്തിക്കോളൂ അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. കൃഷ്ണ ഇങ്ങോട്ട് വന്നേ. അല്ല, കൃഷ്ണ വന്ന, അതുപോലെ അനുജയും വന്നേ. അനുജ, ഇവിടെ നമ്മളൊരു സദ്യ ഒരുക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ ഈ ലൈവ് പരിപാടി അവസാനിക്കുമ്പോൾ നമ്മുടെ സദ്യ ഉണ്ട്. കാര്യങ്ങളൊക്കെ ഈ സദ്യയുടെ ചില സാധനങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കണ്ടേ? അപ്പൊ നമ്മുടെ സഹോദരന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം കൃഷ്ണയ്ക്ക് എങ്ങനെയാ കുക്കിംഗ്, എങ്ങനെയാ എബിലിറ്റി? എനിക്കറിയാം സാർ. അറിയാം. എന്നുള്ള വാക്കറിയാമോ? അല്ല, പാചകം ചെയ്യാൻ ഞാൻ അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം. അത് ഇന്നലെ അവിയൽ ഉണ്ടാക്കി. മുഖസ്തുതി പറയുന്നല്ലോ, ഇത്രയും നല്ല ഒരു അവിയല് ലോകത്ത് ആദ്യം ഉണ്ടാവുക. ഇല്ല സാർ, പ്രജിനോട് ചോദിച്ചു നോക്ക്. നല്ല അവിയലല്ല. പ്രജിൻസി കണ്ണൻ കൃത്യമായിട്ട് പറയണം. പെൺകുട്ടികളെ കാണുമ്പോ അഭിപ്രായം മാറ്റരുത്. ക്രിസ്റ്റീന നേരത്തെ പറഞ്ഞിരുന്നു നല്ല അവിയലാണെന്ന് പറയണം. ഇല്ല സാർ, നല്ല അവിയലായിരുന്നു. പക്ഷെ അനുജ ടെലിവിഷനിൽ പാചകം പഠിക്കുന്നു, നല്ല പാചകക്കാരിയാണ്. എങ്ങനെയുണ്ട്? ഏറ്റവും ഫേവറേറ്റ് ഐറ്റം ഏതാ അനുജയുടെ? ഞാൻ അവിയൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഉണ്ടാക്കും. പിന്നെ സാമ്പാർ നിർമ്മാണം, കുടമ്പുളി ഇട്ട മീൻകറി ഉണ്ടാക്കും. ആരും കഴിച്ചിട്ടില്ലല്ലോ. കഴിച്ചിട്ടുള്ളവരുണ്ട്, കഴിച്ചിട്ടുള്ളവരുണ്ട് സർ. പിന്നെ ഇവിടെ തന്നെ കഴിച്ചിട്ടുള്ളവരുണ്ട്. നമുക്ക് ഈ സദ്യയിലേക്ക് ഒന്ന് കയറിയല്ലോ. ഈ കൂട്ടത്തില് പക്ഷെ വേറൊരാളൂടെ ഉണ്ട്. ഇതിനേക്കാൾ നന്നായിട്ട് അവിയൽ വെക്കാൻ അറിയുന്ന ഒരാളുണ്ട്. ഇതിനേക്കാൾ നന്നായിട്ട് അവിയൽ വെക്കാൻ അറിയുന്ന ഒരാളുണ്ട്. അത് നമ്മുടെ റീജിത്താണ്. അല്ല, തമാശല്ല, ഗംഭീര വിഷയമാണ്. നമ്മുടെ ഈ സദ്യവട്ടത്തിന്റെ മാസ്റ്റർ ഷെഫ്, മാസ്റ്റർ കുക്കായിട്ട് നമ്മൾ ഒരാളെ പ്രഖ്യാപിക്കുകയാണ്. പ്രശസ്ത അവതാരകരും ആവശ്യമുള്ള തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അത്യാവശ്യം ഫലിതം പറയുകയും എന്നാൽ തബലയിൽ താളം പിടിക്കുമ്പോൾ സക്കീർ ഹുസൈനെ ഞെട്ടിച്ചു കളയും, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞിട്ടുള്ള നമ്മുടെ ചീഫ് ഭണ്ഡാരി ആൻഡ് മാസ്റ്റർ ഷെഫ് ചീഫ് കുക്ക് എസ് വിജയകുമാർ. ഇന്ന് സദ്യ അല്ലേ? എൻ്റർ ദ ഡ്രാഗൺ. ഇന്ന് ഈ സദ്യ കായംകുളമാക്കാൻ സദ്യയല്ലേ? ശരിയാക്കി തരാം. ഞാൻ ശരിയാക്കി തരാം. വിജയകുമാർ തീരുമാനിച്ചിട്ടുണ്ട്. വിജയകുമാർ മുണ്ടൊക്കെ മടക്കി കുത്തിക്കോളും. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സദ്യവട്ടത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഇടവേള വേണം. അപ്പൊ ഈ സദ്യയുടെ ചില വിഷ്വൽസ് ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊപ്പം തന്നെ തുടരാം. ഈ തിരുവോണം നമുക്ക് അടിച്ച് പൊളിക്കണം. അടുത്ത 5 മണിക്കൂർ നേരം നമ്മൾ ഒന്നിച്ചുള്ള യാത്രയാണ്. ചില അതിഥികളെത്തും, അതുപോലെ ചില പ്രേക്ഷകരെത്തും, വീട്ടിലേക്ക് ഗിഫ്റ്റ് വരും, ചില ചലച്ചിത്ര താരങ്ങൾ കൂടി ഇതിൽ അണിചേരുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും തിരുവോണത്തിന്റെ ആശംസകൾ നേരുന്നു. മഹാബലി തിരുമേനി എഴുന്നള്ളി തുടങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.